ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 തിരുവോണ നാളിലെ വോട്ടിംഗ് അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 15 മത്സരാർത്ഥികളാണ് ഉള്ളത്. വോട്ടിംഗ് അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ളൂ. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ലാസ്റ്റ് നിൽക്കുന്നവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. വളരെ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് അറിയാം. നമ്മുടെ ചാനൽ സന്ദർശിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇന്ന് 3 മണിവരെ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് അനിമോൾ തന്നെയാണ് തുടരുന്നത്. അനിമോളിൻ്റെ പൊസിഷൻ മാത്രം യാതൊരു ചേഞ്ചും ഇല്ലാണ്ട് തുടരുകയാണ്. അനിമോൾ സുരക്ഷിതയാണ്. 34,509 വോട്ട് നേടി 1-ാം പൊസിഷനാണുള്ളത്. 2-ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റമായിട്ട് അനീഷ് കയറി വന്നിരിക്കുന്നതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ഷാനവാസിനെ അട്ടിമറിച്ചുകൊണ്ടാണ് വീണ്ടും അനീഷ് തൻ്റെ 2-ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഒരു കോമണറായിട്ട് വന്നിട്ട് ഇത്രയധികം വോട്ട് നേടാൻ സാധിക്കുന്ന ആദ്യ മത്സരാർത്ഥിയാണ് അനീഷ്. ഇപ്പോൾ 30,209 വോട്ട് നേടി 2-ാം പൊസിഷനാണുള്ളത്. 3-ാം പൊസിഷനിലേക്ക് ഷാനവാസ് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഷാനവാസ് തള്ളപ്പെട്ടിരിക്കുന്നത്. അനീഷിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ഷാനവാസ് 30,133 വോട്ട് നേടി 3-ാം പൊസിഷനിലേക്ക് വീണു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. 4-ാം പൊസിഷനിൽ നൂറ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. നൂറയുടെ പൊസിഷനും യാതൊരു മാറ്റമില്ലാണ്ട് തുടരുകയാണ്. സേഫ് സോണിൽ തന്നെ തുടരുകയാണ്. 27,345 വോട്ടാണ് നേടിയിരിക്കുന്നത്. ഇപ്പോൾ 4-ാം പൊസിഷനാണുള്ളത്. 5-ാം പൊസിഷനിൽ ജിസേൽ തക്രളൻ തന്നെയാണ് തുടരുന്നത്. ജിസേലും സേഫ് സോണിൽ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വോട്ടിംഗ് അവസാനിക്കാൻ. അതുകൊണ്ട് തന്നെ 26,750 വോട്ട് നേടി 5-ാം പൊസിഷനിലാണ് തുടരുന്നത്. 6-ാം പൊസിഷനിൽ രേണുസുതിയാണ് ഉള്ളത്. രേണുസുതിയും സേഫ് സോണിലൂടെ ഉള്ള വോട്ടിംഗ് പാറ്റേൺ ആണ് കടന്നു പോകുന്നത്. ഇപ്പോൾ 22,450 വോട്ട് നേടി 6-ാം പൊസിഷനിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് രേണുസുതി. 7-ാം പൊസിഷനിൽ ആദില ആണ് ഉള്ളത്. ആദില ഇപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത വോട്ടിംഗ് പ്രകടനവുമായിട്ട് 7-ാം പൊസിഷനിൽ സേഫായിട്ട് തന്നെ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ കാണുന്നത്. 8-ാം പൊസിഷനിൽ അക്ബർ ഖാനാണ് ഉള്ളത്. അക്ബർ ഖാൻ ഒരു പൊസിഷൻ മെച്ചപ്പെടുത്തി അഭിലാഷിനെ അട്ടിമറിച്ചുകൊണ്ട് 8-ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ്. നേരത്തെ 9-ാം പൊസിഷനിൽ ആയിരുന്നു. ഇപ്പോൾ 8-ാം പൊസിഷനിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. 21,800 വോട്ട് നേടി സേഫ് സോണിൽ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 9-ാം പൊസിഷനിൽ അഭിലാഷ് വീണുപോയിരിക്കുകയാണ്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് 9-ാം പൊസിഷനിലേക്ക് വീണുപോയിരിക്കുന്നത്. വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ് അഭിലാഷിന്. കാരണം ലാസ്റ്റ് നിൽക്കുന്നവരെല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 21,750 വോട്ട് നേടി ഇപ്പോഴത്തേക്ക് സേഫ് സോണിൽ തുടരുകയാണ് അഭിലാഷ്. 10-ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണ് ഉള്ളത്. ബിന്നി സെബാസ്റ്റ്യന് വോട്ടിംഗ് നല്ല രീതിയിൽ കുറവ് കണ്ടുവരുന്നുണ്ട്. ബിന്നിയും ഡേഞ്ചർ സോണിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വോട്ടിംഗ് അവസാനിക്കാൻ. ഇപ്പോൾ 19,340 വോട്ട് നേടി 10-ാം പൊസിഷനാണുള്ളത്. 11-ാം പൊസിഷനിൽ അപ്പാനി ശരത്ത് തന്നെയാണ് തുടരുന്നത്. അപ്പാനി ശരത്തിന് നല്ല രീതിയിലൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. 19,003 വോട്ട് നേടിയാണ് 11-ാം പൊസിഷനുള്ളത്. 12-ാം പൊസിഷനിൽ റെന ഫാത്തിമയാണ് ഉള്ളത്. 2-3 മത്സരാർത്ഥികളാണ് പുറത്തു പോകുന്നതെങ്കിൽ റെന ഫാത്തിമ ഇത്തവണ പുറത്താകും. അത്തരത്തിലുള്ള ഒരു വോട്ടിംഗ് ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ 18,955 വോട്ട് നേടി ഡേഞ്ചർ സോണായ 12-ാം പൊസിഷനാണുള്ളത്. 13-ാം പൊസിഷനിൽ ഒനിയിൽ സാബു കയറി വന്നിരിക്കുകയാണ്. ഒനിയിൽ സാബിന് ഇപ്പം ചെറിയ രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇനി വരും മണിക്കൂറുള്ള വോട്ടിംഗ് നിർണയമാണ്. ഇപ്പോൾ 18,789 വോട്ട് നേടി ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ്. 14-ാം പൊസിഷനിൽ ആര്യൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇടയ്ക്ക് ഒരു മിന്നുന്ന പ്രകടനം നടത്തിയെങ്കിലും വീണ്ടും പഴയതുപോലെ തന്നെ വോട്ടിംഗ് കുറവ് സംഭവിച്ച് 14-ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലേക്കാണ് പോകുന്നത്. 18,702 വോട്ട് നേടി ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ്. 15-ാം പൊസിഷൻ ശൈത്യ സന്തോഷാണ് ഉള്ളത്. ശൈത്യ സന്തോഷും ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ ശൈത്യയ്ക്ക് ചെറിയ രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. വരും മണിക്കൂറിലുള്ള വോട്ടിങ്ങുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ.